പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? നന്നായിരിക്കുന്നു. വ്യത്യസ്തമായൊരു സ്ഥലമാണല്ലോ കാണിക്കുന്നത് എന്ന് നോക്കുകയാണോ? ഇത് നമ്മുടെ ദൈവത്തിൻ്റെ കൂടാര വളപ്പിലുള്ള ഗോഡ്സ് ഇൻ, ദൈവത്തിൻ്റെ സത്രം. ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതിൻ്റെ റിസപ്ഷനാണ് ഇത്. ഇതാണ് ആദ്യം തന്നെ അകത്ത് കയറിയ ഉടനെ എല്ലാവരും ഇരിക്കുന്ന സ്ഥലം. അവിടെ ഇരുന്നു കൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ ഈ സത്രത്തിൽ നിങ്ങൾ വരണം, വന്ന് കാണണം. കേട്ടല്ലോ? ശരി. ഇപ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന വാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇതൊരു മനോഹരമായ ദൈവവചനമാണ്. ദൈവത്തിൻ്റെ മക്കളുടെ വായിൽ നിന്ന് വരുന്നു. 119 സങ്കീർത്തനം 49 വാക്യം. നീ എന്നെ പ്രത്യാശിക്കമാറാക്കിയതുകൊണ്ട് അടിയനോടുള്ള വചനത്തെ ഓർക്കേണമേ. എനിക്ക് വേണ്ടി അങ്ങൊരു കാര്യത്തെ ഓർക്കണം. എന്താണത്? നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയ വചനത്തെ എനിക്ക് വേണ്ടി ഓർക്കേണമേ. ദൈവം തൻ്റെ വചനം കൊണ്ട് നമ്മോട് സംസാരിക്കുന്നു, ശരിയല്ലേ? ഇപ്പോൾ വോക്ക് വിത്ത് ജീസസിൽ ഓരോ ദിവസവും ഓരോ വാക്യം പറയുന്നു. അതിലൂടെ ദൈവം സംസാരിക്കുന്നു. ഇത് വാഗ്ദത്ത വചനങ്ങളായതുകൊണ്ട് നാം ഇതിനെ വളരെ വിശ്വാസത്തോടെ മുറുകെ പിടിക്കുന്നു. ദൈവമേ, ഈ വാഗ്ദത്തത്തിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം എന്ന് പറയും. ദൈവം അത് നമ്മെക്കൊണ്ട് വിശ്വസിപ്പിക്കുന്നു. അതാണ് ഈ വാഗ്ദത്തം. നിനക്കിത് ചെയ്യും എന്ന്. നമുക്കത് എനിക്കുള്ള വാക്യമാണ് എന്ന വിശ്വാസമുണ്ടായാൽ ആ വാക്യത്തെക്കൊണ്ട് പ്രാർത്ഥിക്കണം. നീ എന്നെക്കൊണ്ട് വിശ്വസിപ്പിച്ച വചനത്തെ നിന്റെ അടിയനു വേണ്ടി ഓർക്കേണമേ എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതാണ്. അതിനാൽ ദൈവം ഒരു വാക്ക് തന്നാൽ, വാക്ക് തന്നിരിക്കുന്നു എന്ന് വെറുതെ ഇരിക്കരുത്. ആ വാഗ്ദത്തത്തെ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഞാൻ എന്ത് കാര്യമാണെങ്കിലും ആദ്യം കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ശുശ്രൂഷയുടെ കാര്യമായിരുന്നാലും ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നാലും അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനായി ഒരു വാഗ്ദത്ത വാക്യം തരും, അഥവാ ഒരു വഴി നടത്തൽ തരും. ഒരു വചനം വെറുതെ കണ്ണടച്ചിട്ട് തുറന്നു നോക്കുന്നതല്ല. ബൈബിൾ എടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള മാജിക് വിദ്യകളൊന്നും കാണിക്കാൻ പാടില്ല. ഇതതിനുള്ളതല്ല. നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മനസ്സിൽ ആ വചനത്തെ വ്യക്തമായി കാണിക്കും. അത് നിങ്ങൾ മറിച്ചു നോക്കണം, നിങ്ങൾ വായിക്കണം. അപ്പോൾ ഇത് കർത്താവ് എനിക്ക് ഈ കാര്യത്തിന് തന്ന വചനമാണ്, വാഗ്ദത്തമാണ്. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വന്ന ഉടനെ അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങെനിക്ക് തന്ന വചനത്തെ ഓർക്കേണമേ, അപ്രകാരം ചെയ്യണമേ. ഈ വാഗ്ദത്തത്തെ ഓർക്കേണമേ, ഈ ഉടമ്പടിയെ ഓർക്കേണമേ, അത് നിറവേറ്റണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെ ദൈവത്തിന് നിരസിക്കാനാവില്ല. തീർച്ചയായും ഉത്തരം കിട്ടും. കാരണം ദൈവം വാക്ക് തന്നതല്ലേ. അതുപോലെ ഒരു യോഗത്തിന് പോകുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ, ഞാൻ എന്ത് ചെയ്യണം, അങ്ങ് എന്ത് ചെയ്യും എന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ നടക്കാൻ പോകുന്ന കാര്യത്തെ, ചെയ്യാൻ പോകുന്ന കാര്യത്തെ വാഗ്ദത്തമായി വെളിപ്പെടുത്തും. അപ്പോൾ ആ വചനത്തെ എഴുതി വെച്ച് അത് ധ്യാനിച്ച് ഞാൻ ഈ യോഗങ്ങൾക്കായി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഒരു ശുശ്രൂഷ വേണം, ഒരു കെട്ടിടം നിർമ്മിക്കണം, ഒരു ശുശ്രൂഷ ചെയ്യണം എന്ന് ദൈവം പറയുന്നു. അതിന് ഞാനെന്ത് ചെയ്യണമെന്ന് അങ്ങ് വാക്ക് തരും എന്നതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം വെളിപ്പെടുത്തും. അത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ശുശ്രൂഷയിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം ദൈവം വാക്ക് തന്ന് അത് വെച്ച് പ്രാർത്ഥിച്ച് ദൈവം അത് നിറവേറ്റി തന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഈ ശീലമുണ്ടാക്കിയെടുക്കേണ്ടതാണ്. മക്കളുടെ കാര്യമാണോ? ഉടനെ നിങ്ങൾ തീരുമാനിക്കാതെ ആദ്യം പ്രാർത്ഥിക്കണം. എന്നിട്ട് ദൈവത്തിങ്കൽ നിന്നും ഒരു വചനത്തെ നേടണം. കർത്താവിൻ്റെ വാഗ്ദത്തമോ ഗൈഡൻസോ വചനം മുഖേന നേടി ആ വചനത്തെക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നാൽ അത് അതേപടി നിറവേറുന്നതാണ്. അതാണ് ദൈവം ഇന്ന് നമ്മോട് പറയുന്ന ഒരു കാര്യം. ദൈവമേ, അങ്ങെനിക്ക് പ്രത്യാശ തന്ന വചനത്തെ ഓർക്കേണമേ. കർത്താവ് നിങ്ങൾക്ക് വാക്ക് തന്നിട്ടില്ലേ? അത് പറഞ്ഞ് എന്തെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? എഴുതി വെറുതെ വെച്ചിരിക്കുന്നു, അത്ര തന്നെ. അത് പറഞ്ഞു പ്രാർത്ഥിക്കണമല്ലോ. ആ ഭക്തൻ പ്രാർത്ഥിച്ചു എന്നല്ലേ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. ദൈവമേ, അങ്ങെന്നെ പ്രത്യാശിക്കുമാറാക്കിയ വചനത്തെ ഓർക്കേണമേ. എനിക്ക് വേണ്ടി അത് ഓർക്കേണമേ, അത് നിറവേറ്റേണമേ. അങ്ങത് നിറവേറ്റി തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ